ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അതായത് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്ക് ഒരു ഹൈപ്പ് ഒക്കെ അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ്. അപ്പൊ നമ്മുടെ അലീന ഇപ്പം സ്റ്റാൻലിയുടെ അടുത്താണ് ഉള്ളത്. അലീനയ്ക്ക് ആദ്യമൊക്കെ സ്റ്റാൻലിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പതിയെ 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 സ്റ്റാൻലിയുടെ രീതികളൊക്കെ അലീന തന്നെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പട്ടാളക്കാരനും ഒരു കേണലും എന്നൊക്കെ നിലയിൽ അത്രയും തന്നെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു ജീവിതമായിരുന്നു ഈ പറയുന്ന സ്റ്റാൻലിയുടെ. അപ്പം അലീന ഏറെക്കുറെയൊക്കെ ഒന്ന് മാറ്റി കേട്ടോ. പക്ഷെ അവിടെ എല്ലാവർക്കും ഒരു അതിശയമാണ്, ഇതാരാണ് ഈ അലീന എന്ന് പറയുന്ന പെണ്ണ്? അലീന എന്തിനാണ് അവിടെ വന്ന് നിൽക്കുന്നത്? അലീനയും സ്റ്റാൻലിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതൊക്കെ ആകെപ്പാടെ അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. കൂടുതലും അവിടുത്തെ ഡ്രൈവർക്കും കാര്യസ്ഥനുമാണ്. നമ്മുടെ അലീനയും സ്റ്റാൻലിനെയും കൂടുതൽ അടുപ്പമുള്ളത് അവർക്കാണല്ലോ. അപ്പൊ അവർക്ക് തന്നെയാണ് കൂടുതൽ അറിയാനുള്ള ഒരു ത്വര. അപ്പൊ ഇവർക്ക് ഇത് എങ്ങനെയെങ്കിലും അറിയണം. ഇനിയിപ്പം ഈ സ്റ്റാൻലി ഈ പെണ്ണിനെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇവരും കൂടെ കുരുങ്ങൂല. അപ്പം അതുകൊണ്ട് ആകെപ്പാടെ മൊത്തത്തില് നമ്മുടെ ഡ്രൈവർക്കും കാര്യസ്ഥനും സംശയമായിട്ട് ഇവർ രണ്ടുപേരും പരസ്പരം ചർച്ച ചെയ്ത് ഔതക്കുട്ടിച്ചായൻ എന്നാണ് നമ്മുടെ സ്റ്റാൻലിയുടെ അച്ഛന്റെ പേര്. അപ്പൊ ഔതക്കുട്ടിച്ചായനെ വിളിച്ചു പറയാൻ ഒരു തീരുമാനം എടുക്കണം. അപ്പൊ ഇവർക്ക് പേടിയുണ്ട്, സ്റ്റാൻലി ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമാണല്ലോ. ഇവിടെ ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്ന് തന്റെ മകൻ പാർപ്പിച്ചു എന്ന് ഇവര് വിളിച്ചു പറയുമ്പോൾ അത് സ്റ്റാൻലിക്ക് വലിയൊരു മോശമാകും. അതും ഇവരോടുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ തകരും. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലാസ്റ്റ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ സ്റ്റാൻലിയുടെ ആ ഒരു പ്രശ്നത്തിൽ ഇവര് കുരുങ്ങും. അപ്പൊ ഇതും കൊണ്ട് തന്നെ ഇവര് വിളിച്ചു പറയാൻ തീരുമാനിച്ചിട്ട് നേരെ ഔതക്കുട്ടി ചായനെ വിളിച്ചു. കാര്യസ്ഥൻ തന്നെയാണ് വിളിച്ചത്. ഡ്രൈവർ അവിടെ വന്നിട്ട് ഒത്തിരി നാളായില്ല കേട്ടോ. അപ്പൊ കാര്യസ്ഥൻ വിളിച്ചിട്ട്, ഹലോ ഔതക്കുട്ടി ചായ, ഞങ്ങൾ ഇവിടെ നിന്നാ കുളത്തുപുഴയെന്നാന്ന് പറഞ്ഞു. ആ പറയടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ, ഒരു സീരിയസ് കാര്യമായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ പറഞ്ഞു എന്ന് ഒരിക്കലും പുറത്ത് പോകരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, എന്തുവാടാ നീ പറഞ്ഞോ? എന്നെ നിനക്ക് എന്താ വിശ്വാസം ഇല്ലേ? നീ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറ. എന്താ എന്താ ഇപ്പൊ അവിടെ പ്രശ്നം? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്റ്റാൻലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിച്ചപ്പം, സ്റ്റാൻലി ചായൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാല് സ്റ്റാൻലി എന്നല്ല കേട്ടോ. സ്റ്റാൻലിക്ക് വേറൊരു പേരാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ആ പേര് ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല, കാരണം ചിലപ്പോൾ നോവലിലും നമ്മുടെ കഥയിലും വ്യത്യാസം കാണുമായിരിക്കും. ഈ ഔതക്കുട്ടിച്ചായൻ ഔതക്കുട്ടിച്ചായൻ എന്ന പേര് തന്നെ കൺഫേം ആകണമെന്നില്ല കേട്ടോ. ചിലപ്പം പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഏതായാലും സ്റ്റാൻലിക്ക് ഒരു വീട്ടിൽ വിളിക്കുന്ന പേരുണ്ട്. ഞാൻ പറയുന്ന ഡ്രൈവർ എന്നും കാര്യസ്ഥെന്നും ഒക്കെ പറയുന്ന ആൾക്കാർക്ക് ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കൂടുതൽ പറയാത്തത് ചിലപ്പം നമുക്ക് കഥയിൽ വരുമ്പോഴത്തേക്കും അത് ചിലപ്പം മാറിപ്പോകൂലോ. അപ്പൊ ചിലപ്പോൾ സാധാരണ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കറക്റ്റ് കൺഫേം പറയാത്തത്. അപ്പൊ ഞാൻ ഇപ്പൊ പേര് പറയാതെ അങ്ങ് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഇപ്പൊ സ്റ്റാൻലി എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ സ്റ്റാൻലി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കാര്യസ്ഥൻ പറഞ്ഞു, അത് പിന്നെ ഔതക്കുട്ടിച്ചായ പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതെ, ഇവിടെ കുറച്ച് ദിവസം മുമ്പ് ഒരു പെൺകൊച്ചിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടെന്ന്. ഇത് കേട്ടത്, പെൺകൊച്ചിനെയോ? ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ ഔതക്കുട്ടിച്ചായ, ഞെട്ടിപ്പോയി. പെൺകൊച്ചിനെയോ? ഏത് പെൺകൊച്ച്? അറിയില്ല. ഒരു 10-20 വയസ്സിന് മേപ്പോട്ടുള്ള ഒരു പെങ്കൊച്ചാ. പക്ഷെ 10-28 വയസ്സിന് ഇപ്പോട്ടും ഇല്ല. ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു പെങ്കൊച്ചാണ്. ഏതായാലും അതിനെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശമൊന്നും എനിക്ക് അറിയില്ല ഔതക്കുട്ടിച്ചായ. പക്ഷേ ആ പെൺകുട്ടി വന്നിട്ട് 3-4 ദിവസമായി. അവളെ കൊണ്ട് വേറെ ദോഷമൊന്നുമില്ല, നല്ലൊരു പെൺകുട്ടിയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞപ്പം, ഓഹോ, അങ്ങനെ ഒരു സംഭവം നടന്നല്ലേ. ഏതായാലും ഞാനൊരു കാര്യം പറയാം ഔതക്കുട്ടിച്ചായ, ഈ കാര്യം ഒരിക്കലും അറിഞ്ഞേക്കരുത്. നമ്മുടെ സ്റ്റാൻലി ചാൻ ഇത് അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയമാകും. ഞങ്ങൾക്ക് അറിയാലോ, ഞാൻ വിശ്വസ്തനായിട്ട് നിന്നിട്ട് ഇത്ര വർഷമായി. അപ്പൊ ഇത് ഞാൻ ഔതക്കുട്ടി ചായനെ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ മോശമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ, എന്റെ പ്രായം അറിയാലോ, എനിക്ക് 60-65 വയസ്സായി, 65-70 വയസ്സായി. ഈ ഒരു പ്രായത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്നോടുള്ള ഒരു വിശ്വാസം കൊണ്ടല്ലേ. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ എന്ന് ഓർത്താ പറഞ്ഞത്. എന്താണെങ്കിലും ഒന്ന് അന്വേഷിച്ച് പിറക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളാൻ പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തു. അങ്ങനെ ഡ്രൈവർ ചോദിച്ചു, അല്ല നമ്മുടെ വിവരം വല്ലതും പറഞ്ഞു കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കാര്യസ്ഥൻ പറഞ്ഞു, ഹേയ്, അങ്ങനെ പറഞ്ഞു കൊടുക്കത്തില്ല. ഔതക്കുട്ടിച്ചായനെ പണ്ട് മുതലേ എനിക്ക് അറിയാന്നുള്ളത് തന്നെയാ. പുള്ളിക്കാരൻ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ഏറ്റതാ. തല പോയെന്ന് പറഞ്ഞാലും പറയത്തില്ല. അതിപ്പോ സ്റ്റാൻലി ആണെങ്കിലും, അതായത് സ്റ്റാൻലി ചായനാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റാൻലി ചായന്റെ അനിയനൊക്കെ ആണെങ്കിലും ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. വാക്ക് പറഞ്ഞ വാക്കാണ്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മാറത്തില്ലെന്ന്. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും
ആ ഡ്രൈവർക്കും ഒരു സമാധാനമായിട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ വൈജയനെ കാണിക്കുന്നുണ്ട്. അപ്പം വൈജ നെടുപുരയ്ക്കൽ വീട്ടിൽ ചെന്നിട്ട് ആകെ മൊത്തം മാറ്റമാണല്ലോ. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളോട്. അപ്പം ഈ അവിടുത്തെ അടുക്കും ചിട്ടയൊക്കെ കണ്ടിട്ട് നമ്മുടെ വൈജയ്ക്ക് അങ്ങ് സുഖിക്കുന്നില്ല. ആ അടുക്കും ചിട്ടയൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന അലീന ആയതുകൊണ്ട് പ്രത്യേകിച്ച് സുഖിക്കത്തില്ലല്ലോ. അലീന ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിലും അത് ചീത്തയാണെന്ന് പറയുന്ന നമ്മുടെ വൈജ ആ അടുക്കും ചിട്ടയുമായ ക്രമങ്ങളൊക്കെ മാറ്റിമറിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ ടൈം പീരീഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബബിതയ്ക്കും കൃഷ്ണമോൾക്കും രോഹിത്തിനൊക്കെ പഠിക്കാനൊക്കെ. അതായത് രാവിലെ വൈകിട്ട് വരണം, ഭക്ഷണം കഴിക്കണം, കുളിക്കണം, അത് കഴിഞ്ഞ് കുറച്ചു നേരം പഠിക്കണം, പിന്നെ കുറച്ചു നേരം TV കാണണം. അപ്പൊ എല്ലാത്തിനും ഓരോ ടൈം പീരീഡ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ അതായിട്ട് കറക്റ്റ് ആയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ വൈജ വന്നിട്ട് അത് ശരിയാവത്തില്ലല്ലോ, 9:30 ഇനി TV കാണണ്ട, ഇനി 7:30 TV കണ്ടാൽ മതി, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ പഠിച്ചാൽ മതി, അപ്പൊ ഭക്ഷണം കഴിച്ചാൽ മതി, ഇപ്പൊ കളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നങ്ങ് പറയാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ബബിത ചോദ്യം ചെയ്യാതിരിക്കുവോ? അങ്ങനെ ബബിത പറഞ്ഞു, എന്താ അമ്മ ഈ പറയുന്നത്? ഞങ്ങൾ കറക്റ്റ് സമയത്ത് പഠിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, കറക്റ്റ് സമയത്ത് കിടക്കുന്നുണ്ട്, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അലീന ചേച്ചി കൊണ്ടുവന്ന അടുക്കും ചിട്ടയും അമ്മയ്ക്ക് ഇപ്പൊ മാറ്റണം, അതല്ലേ അമ്മയുടെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, നിന്റെ ഒരു അലീന ചേച്ചി കൊണ്ടുവന്ന അടുക്കും ചിട്ടയൊന്നും ഇനി ഇവിടെ വേണ്ട, ഞാൻ ഇവിടെ ഇനിയിപ്പോ കുറച്ച് അടുക്കും ചിട്ടയൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചോളാം, അത് മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഇതൊരു തരം മാനസിക രോഗമാണ് കേട്ടോ, ഇതൊരു തരം മാനസിക രോഗം തന്നെയാന്ന് പറയപ്പോ, അതേടി എനിക്ക് മാനസിക രോഗമാടി. നിന്റെ തള്ളക്കേ മാനസിക രോഗമാണെന്ന് നീ കൂട്ടിക്കോ. ദേ അലീനയായിട്ട് ഇവിടെ കൊണ്ടുവച്ച കുറെ ചിട്ടകളും കാര്യങ്ങളും ഉണ്ട്, അത് ഇനി ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ല. ഞാൻ ഇനി പറയുന്നത് കേട്ടെന്റെ മക്കള് ജീവിച്ചാ മതി. 10 മാസം ചുമന്ന് പ്രസവിച്ചതേ ചുമ്മാതെ അല്ല. അതിനുവേണ്ടി ഇനിയിപ്പോ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നേ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വൈജു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ. രോഹിത് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പൊ അലീന ചേച്ചിയോടുള്ള ദേഷ്യം കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതാണ്, നമുക്ക് അമ്മ പറയുന്നത് കേൾക്കണ്ടെന്നല്ല, നമ്മളിപ്പോ ചെയ്യുന്ന കാര്യം അത് അച്ഛനും അറിയാന്നുള്ള കാര്യം തന്നെയല്ലേ, അതുപോലെ അങ്ങ് ചെയ്താൽ മതി, അമ്മ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അങ്ങ് നിർത്തിക്കോളും എന്നിങ്ങനെ നമ്മുടെ രോഹിത്തും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഭവിത പറയുന്നുണ്ട്, ഇനി ഇത് വലിയ പ്രശ്നമാക്കിയിട്ട് ഇവിടെ ചുമ്മാ വഴക്കും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതെനിക്ക് അറിയാം, എന്ത് ചെയ്യാൻ, ഒരു സമാധാന തരത്തിലെന്ന് വെച്ചാൽ അവിടെ എങ്ങനോ അമ്മ കിടന്നാ മതിയായിരുന്നു എന്നിങ്ങനെ പുറകുറുക്കാണ്. അപ്പം ഇവര് വൈജ പറയുന്നത് കേട്ടിട്ട് ആദ്യമൊക്കെ എന്നാ പിന്നെ പഠന സമയമൊക്കെ എല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഭവിതയും രോഹിത്തും കൃഷ്ണമോളും കൂടെ നേരെ കുറച്ചു നേരം നമ്മുടെ ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ കിടക്കുന്നതിന് മുമ്പ് അലീന പറഞ്ഞിട്ടുണ്ട് കുറച്ചു നേരം അച്ഛനുമായിട്ടിരുന്ന് സംസാരിക്കണം എന്നൊക്കെ അലീന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രനുമായിട്ട് പോയി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തേക്ക് വൈജു വന്നിട്ട്, ഇത് എത്ര നേരമായി, രാവിലെ കോളേജിൽ പോകാനുള്ളതല്ലേ, സ്കൂളിൽ പോകാനുള്ളതല്ലേ, ഇവിടെ ഇരുന്ന് കിന്നരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, പോയി കിടക്ക് പിള്ളാരെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങിയില്ലേ. ബബിതയ്ക്ക് കലി വന്നിട്ട് ബബിത പറഞ്ഞു, അമ്മ എന്തായി കാണിക്കുന്നത്, ഞങ്ങൾ അച്ഛനോട് സംസാരിക്കുമ്പം അമ്മയ്ക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്, അമ്മയ്ക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാൻ കൂടത്തില്ലെന്ന് നിൽക്കുക, പിന്നെ ഇയാളോട് സംസാരിക്കാനേ എനിക്ക് പറ്റത്തില്ല, ഇയാളോട് ആരാ സംസാരിക്കുന്നത്, സ്വന്തം ഭാര്യയുടെ വില എന്താണെന്നോ സ്വന്തം കുടുംബത്തിന്റെ മഹിമ എന്താണെന്നോ ഒന്നും അറിയത്തില്ലാത്ത അറിയാത്ത അമ്മയോടെന്നല്ല ബാലചന്ദ്രനോട് ഇത് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ ആരും ഉപദേശിക്കാൻ നിൽക്കത്തില്ല, കാരണം എന്നെ ഉപദേശിക്കാൻ ആർക്കും വോയിസ് ഇല്ല. സ്വന്തം ഭാര്യ വീട്ടിലുണ്ടെന്നോ ഇല്ലെന്നോ തിരക്കാതെ രാവിലെ ഇറങ്ങി പോവുക, വൈകിട്ട് കയറി വന്നിട്ട് വാതിൽ നാണി അടിച്ചിട്ട് അവിടെ തന്നെ കിടക്കുക, എന്നിട്ട് ഇയാൾക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ള വോയിസ് ഉള്ളതെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോഴത്തേക്ക് സത്യമായിട്ടും ബബിതയ്ക്കും രോഹിത്തിനും ഈ പറയുന്ന നമ്മുടെ ആർക്കാ കൃഷ്ണമോൾക്കും ചൊറിഞ്ഞു കയറി വന്നു. നേരെ ബാലചന്ദ്രന്റെ മുഖത്തേക്കൊന്ന് നോക്കി, ബാലചന്ദ്രൻ എന്തായിരിക്കും പ്രതികരിക്കുക എന്ന് നോക്കിയതായിരിക്കും. അങ്ങനെ മുഖത്തേക്കൊന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ മനസ്സിൽ വിചാരിക്കുകയാണ്, അച്ഛന്റെ കയ്യിൽ നിന്നും ഒരു മറുപടി അമ്മയ്ക്ക് കിട്ടൂലോ, അപ്പൊ ആ മറുപടി നോക്കിയാണ് മക്കൾ ഇരിക്കുന്നത്, അച്ഛനിപ്പോ 2 അമ്മേനെ പറയും എന്ന പ്രതീക്ഷ മക്കളുടെ മുഖത്തുണ്ട്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ആ സത്യം അങ്ങ് വെളിപ്പെടുത്തുകയാണ്. എന്താ പറയുന്നത്, ദേ നീ മര്യാദയ്ക്ക് ഇരുന്നോണം, ഇവിടെ വലിഞ്ഞു കയറി ഒരു പെണ്ണും വന്നിട്ടില്ല, അതുപോലെ എന്റെ അഭിമാനം വിറ്റ് ഞാൻ ജീവിച്ചിട്ടുമില്ല, നീ അല്ലേടി 10-23 വർഷം മുമ്പ് പിഴച്ചു പ്രസവിച്ച ഒരു പെണ്ണ്, ആ പെങ്കൊച്ച് എവിടെയാണെന്ന് നിനക്കറിയാമോ, ആ പെങ്കൊച്ച് ഏതാണെന്ന് നിനക്കറിയാമോ, അതാണെടി അലീനാന്ന്. പക്ഷെ ഇത് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞതല്ല കേട്ടോ, മനസ്സിൽ ചിന്തിച്ചതാണ് ഇങ്ങനെ അങ്ങ് പറഞ്ഞാലോ എന്ന്. പക്ഷെ ഒരു നിമിഷം നമ്മുടെ ബാലചന്ദ്രൻ ഒന്ന് പതറിപ്പോയി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകും, അത് മക്കൾ നേരിടേണ്ടി വരും, അതുപോലെ അത് അലീനയെ ബാധിക്കും, മക്കളെ ബാധിക്കും, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും.
അപ്പൊ ഇപ്പൊ അത് പറയാൻ സമയമായിട്ടില്ല. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വൈജി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവള് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. അതോടുകൂടി അവളുടെ ജീവിതം അങ്ങ് തീരും. അവള് ഇഞ്ചിഞ്ചായിട്ട് അനുഭവിക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അവൾ അനുഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് പറയണ്ട എന്ന് തന്നെ പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ചു കേട്ടോ. അപ്പം ആദ്യം നമ്മളെ കാണിക്കുന്ന സ്ക്രീനിൽ ഇത് പറയുന്ന പോലെയാ കാണിക്കുന്നത്, എല്ലാവരും ഞെട്ടി നിൽക്കുന്ന പോലെ. പക്ഷെ അത് ഓർത്തതാണേ, നമ്മുടെ ബാലചന്ദ്രൻ ഓർത്തതാണേ. ഏതായാലും ബാലചന്ദ്രൻ ഈ സമയത്ത് ഒരു ചിരി മാത്രമാണ്, വൈജി ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു ചിരി മാത്രമാണ് ബാക്കി വെച്ചത്. അപ്പോഴത്തേക്കും ബബിതയ്ക്കും കൃഷ്ണമോൾക്കും രോഹിതിനും ഇത് അച്ഛൻ എന്താ ഒരു മറുപടിയും പറയാതെ പോകുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ നിന്നു. അപ്പോഴത്തേക്കും വൈജ പറഞ്ഞു, നിങ്ങളുടെ അച്ഛനെ പറയാൻ ഒരു മറുപടിയും കാണത്തില്ല, കാരണം തെറ്റുകാരൻ അയാളാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. എവിടെയോ കിടന്ന് ഉണ്ടായ ഒരു എന്താ പറയാ, ഒരു പിഴച്ച സ്ത്രീക്ക് ഉണ്ടായ പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് സ്വന്തം മകളായിട്ട് ഇവിടെ കയറ്റി താമസിപ്പിച്ച് ആരാ തെറ്റ് ചെയ്തത്? ഞാനല്ലല്ലോ, നിങ്ങളുടെ തന്ത തന്നെയാ തെറ്റ് ചെയ്തത്, ഞാനല്ല. അതുകൊണ്ടാണ് നിന്റെ തന്ത ഇപ്പം തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൃഷ്ണമോള് പറഞ്ഞു, അമ്മേ ഇതിനുള്ള മറുപടി ഞാൻ അമ്മയ്ക്ക് തരുന്നില്ല. അമ്മ ഒരു ദിവസം ഇതിനുള്ള മറുപടി ഉണ്ടല്ലോ ഞങ്ങൾക്ക് തരും. ഞങ്ങൾ അന്ന് ചോദിക്കും, അന്ന് അമ്മ ഞങ്ങൾക്ക് മറുപടി തരും. ഈ സമയത്ത് നമ്മുടെ വൈജയാണെങ്കിൽ, നീ എന്താടി ഈ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്താ ഈ എന്നോട് തർക്കിക്കുന്നത്, നിന്റെ തള്ളയാ ഞാനെന്ന് നിനക്ക് അറിയത്തില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അമ്മ എന്റെ അമ്മ തന്നെയാണ്, പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, അതെന്നെ കൊണ്ടൊന്ന് വിളിച്ചു പറയിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അങ്ങ് പോയി. അപ്പം ബബിതയും രോഹിത്തും കൂടി ഇങ്ങനെ വായി നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഈ കൃഷ്ണമോൾ എന്താ ഇങ്ങനെ പറയാൻ കാരണം, എന്തറിയാന്നാ, കാരണം കൃഷ്ണമോൾക്ക് സത്യങ്ങളൊക്കെ അറിയാലോ. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നേരെ അലീനയുടെ അടുത്തേക്കാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ അലീനയുടെ കാര്യങ്ങളൊക്കെ ഔദക്കുട്ടിച്ചായൻ അറിഞ്ഞിട്ട് ഔദക്കുട്ടിച്ചായനും ഔദക്കുട്ടിച്ചായന്റെ ഇളയ മോനും കൂടെ എത്തുകയാണ് നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്തേക്ക്. അവിടെ ഏതായാലും വന്നു കഴിയുമ്പോൾ നമ്മൾ ഓർക്കൂല, അവിടെ വലിയ ഭൂകമ്പം നടക്കും. അവിടെ നമ്മുടെ സ്റ്റാൻലിനെ ചോദ്യം ചെയ്തിട്ട് അലീനയെ അവിടെ നിറക്കി വിടും എന്നൊക്കെ. പക്ഷെ അതൊന്നും അല്ലാട്ടോ സംഭവിക്കുന്നത്. അതാണ് നമ്മുടെ അലീനയുടെ മിടുക്ക്. ഇതിൽ ഔദക്കുട്ടിച്ചായന്റെ ഏറ്റവും ഇളയ മോനും കൂടെ കയറി വന്ന ഉടനെ തന്നെ ഡ്രൈവർക്കും കാര്യസ്ഥനും പേടിയായിട്ടോ, ഇനിയിപ്പം ഇവര് പറഞ്ഞിട്ടാ വന്നതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമല്ലേ. എന്തായാലും കയറി വന്ന ഉടനെ തന്നെ സ്റ്റാൻലി, ഇതാര്, ഇത് നിങ്ങൾ എപ്പോഴാ, നിങ്ങളൊന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാതെ നിങ്ങൾ എന്തിനാ ഇപ്പൊ വന്നത്, നിങ്ങളൊന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, വിളിച്ചു പറയാതെ വന്നാലല്ലേ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കണുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ ചായ എന്ന് നമ്മുടെ ഔദക്കുട്ടിച്ചായന്റെ ഇളയ മോന്, അതായത് നമ്മുടെ സ്റ്റാൻലിയുടെ അനിയൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ആണെങ്കിൽ അതെന്തോ ഒരു കുത്തും കോളും വെച്ചുള്ള വാക്കാണല്ലോ ഈ പറഞ്ഞതെന്ന് പറയുമ്പം, അല്ല ഇവിടെ ഏതോ ഒരു പെണ്ണ് വന്നെന്നും ആ പെണ്ണിനെ ഇവിടെ എന്തോ വാഴിക്കുകയാണെന്നോ അങ്ങനെയൊക്കെ ചെറിയൊരു ന്യൂസ് ഒരു കരക്കമ്പി പോലെ പകർന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ അലീന വന്ന കാര്യമാണോ, അലീനയാണോ കുലീനയാണോ എന്നൊന്നും അറിയില്ല, ഏതോ ഒരു പെണ്ണ് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു, അല്ല അവൾ ആരാ? അപ്പോഴത്തേക്ക് നമ്മുടെ അലീന ഇങ്ങ് വന്നു കേട്ടോ. അലീന ഇങ്ങ് വന്നതും സ്റ്റാൻലിയോട് ചോദിച്ചു, അല്ല ഇതാരാന്ന് ചോദിച്ചു സ്റ്റാൻലിയോട്. അപ്പം പറഞ്ഞു, ഇതാണ് നിന്റെ വല്യപ്പച്ചൻ എന്ന് പറയാണ്. വല്യപ്പച്ചനോ? ഏത് വല്യപ്പച്ചൻ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അല്ല ഏത് വല്യപ്പച്ചനോ എന്നിങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഔദക്കുട്ടിച്ചായൻ ഓർക്കുകയാണ്, വല്യപ്പച്ചനോ എന്ന്. അപ്പോഴത്തേക്കും ഇതാണ് നിന്റെ കൊച്ചച്ഛൻ എന്ന് പറഞ്ഞ് അടുത്തയാളെയും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും ആണെങ്കിൽ ആകെപ്പാടെ ഇവർക്കൊരു അമ്പരപ്പ്. വല്യപ്പച്ചൻ, കൊച്ചച്ഛൻ, എന്താടാ സ്റ്റാൻലി ഈ പറയുന്നത്? ഈ പെങ്കൊച്ച ഏതാണെന്നാ ചോദിച്ചത്. ഓ ഈ പെങ്കൊച്ച ഏതാണെന്നേ ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാം. ഏതായാലും അലീനെ ഒരു കാര്യം ചെയ്യ, നീ എനിക്ക് ഒരു ദിവസം ഉണ്ടാക്കി തന്ന കോഫി ഇല്ലേ, ആ കോഫി പോലെ തന്നെ ഒരു കോഫി ഇട്ട് കൊടുക്ക്. നിന്റെ വല്യപ്പച്ചൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം, വല്യപ്പച്ചൻ എന്നാ പറയുന്ന അറിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ ഇട്ടോണ്ട് വരാന്ന് അലീന പോയി ഒരു കോഫിയൊക്കെ ഇട്ടോണ്ട് വന്നു. ഏതായാലും അതൊക്കെ വല്യപ്പച്ചൻ കുടിച്ചു പോട്ടെ. അപ്പം വല്യപ്പച്ചനോട് അതിൻ്റെതായ രീതിയിൽ തരത്തിലും തഞ്ചത്തിലും ഒക്കെ നമ്മുടെ അലീന സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്, ഇത് ആരാണെന്നുള്ള സത്യം. ഇതാണ് വല്യപ്പച്ചന്റെ കൊച്ചുമോള്, ഏറ്റവും മൂത്ത കൊച്ചുമോള് എന്ന് പറയാണ്. ഉയ്യോ അതിശയായി പോയില്ലേ. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഇപ്പൊ വല്യപ്പച്ചൻ, അതായത് ഔദക്കുട്ടി അവിടെ പ്രശ്നം ഉണ്ടാക്കും, അലീനെ ഓടിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല ഉണ്ടാവുന്നത്. നമ്മുടെ അലീന ഔദക്കുട്ടിച്ചായനെ സ്റ്റാൻലിനെ സോപ്പിട്ടെടുത്തതിനേക്കാളും നല്ല രീതിയിൽ ഔദക്കുട്ടിച്ചായനെ സോപ്പിട്ട് ചാക്കിലാക്കുന്നുണ്ട്. നമ്മുടെ അലീനയുടെ അടുത്ത് ആരാ വീടാത്തത്? അലീനയുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ അങ്ങനെ അലീനയെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് ഔദക്കുട്ടിച്ചായൻ ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നാളെ ഇതിന്റെ ബാലൻസ് കഥയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.